ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഇന്ന് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വിഷയം നല്ല രുചിയേറും ഇഞ്ചിത്തീയൽ എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്നതിനെപ്പറ്റി ഇന്ന് നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള കൊച്ചുവണ്ണമ്മയെ കൊണ്ടാണ് ഇഞ്ചിത്തീയൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ കൊച്ചുവണ്ണമ്മേ, നമുക്ക് ഇഞ്ചിത്തീയൽ ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടുന്നത്? ഇഞ്ചി നന്നായിട്ട് അരിഞ്ഞത് വറക്കണം. വെളിച്ചെണ്ണ വേണം, പിന്നെ കടുക് വേണം, ഉലുവപ്പൊടി, പുളി വേണം, കരിയപ്പ, പിന്നെ ഇഞ്ചി പറഞ്ഞു, തേങ്ങാക്കൊത്ത് വറക്കണം, മഞ്ഞപ്പൊടി ചേർക്കണം, പിന്നെ മുളക് പൊടി വേണം, പിന്നെ കൊച്ചുള്ളി വേണം, പിന്നെ ആവശ്യത്തിന് ഉപ്പും വേണം. ഓക്കെ. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൊച്ചുവണ്ണമ്മയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. എന്റെ മക്കളെ നിങ്ങളെല്ലാരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. ആദ്യം എന്താ കൊച്ചുവണ്ണമ്മ ചെയ്യാനുള്ളത്? വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് വറക്കാൻ പോവാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എന്താ വറക്കുന്നത്? ഇഞ്ചി. ഓക്കെ. അപ്പം ആദ്യമേ വെളിച്ചെണ്ണ ഇനി ഒഴിച്ചിട്ട് ഇഞ്ചി വറക്കാനായിട്ട് ശ്രമിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഇഞ്ചി അതിനകത്ത് ഇടുവാണ്. ഇഞ്ചി വറുത്ത് കോരിയിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് വയറ്റണം അല്ലേ? ഓക്കെ. തേങ്ങ ഏകദേശം മൂപ്പാവാറായി. കൊച്ചുള്ളി അതിനകത്ത് ഇടണം. ഇടാൻ പോകുന്നത് 2 പച്ചമുളക് അരിഞ്ഞിടുക. ഇനി അടുത്ത് എന്തോ ഇടുന്നേ? കടുക് ഇടണം അല്ലേ? അടുത്ത് കറിവേപ്പില ഇട്ടോ. അടുത്തത് മുളക് പൊടി. ഇനി വറുത്ത് കോരിയ ഇഞ്ചി പൊടിച്ചത് ഇനി ഇടുകയാണ്. ഉലുവാപ്പൊടി ഇടുകയാണ്. പുളിവെള്ളം ഒഴിക്കും അല്ലേ? ഒഴിച്ചു. പുളി പിഴിഞ്ഞിട്ടുള്ളതാണ്. ഉപ്പിടുക. അത് ആവശ്യത്തിന് ഇട്ടാൽ മതി. അത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് വെച്ച് ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല. ഇഞ്ചിക്കറി റെഡിയായി. അപ്പൊ ഇനി ഇത് വാങ്ങാൻ പോവാണ്. അങ്ങനെ കൊച്ചുവണ്ണമ്മയുടെ ഇഞ്ചിത്തീയൽ റെഡി ആയിട്ടുണ്ട്. കൊച്ചുവണ്ണമ്മേ, അപ്പൊ ഞാൻ കഴിച്ചോട്ടെ? കഴിച്ചോ. അങ്ങനെ കഴിക്കാൻ പോവാണ്. നല്ലാന്ന് പറയണം. നല്ലാണ് ഞങ്ങൾക്ക് അറിയണം. നല്ലതുണ്ട്. ഉപ്പ് ശകലമായിട്ട് ഇട്ടുള്ളൂ. കാരണം ഉപ്പ് അമിതമായിട്ട് ഉപയോഗിക്കില്ല. ഇതെല്ലാം നല്ല ചേരുവയായിട്ടാണ് ചേർത്ത് വെക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങളിത് ഉറപ്പായിട്ടും നിങ്ങൾ വീട്ടിൽ വെക്കുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.